ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആട്ടോ ഇന്ന്. അപ്പോൾ ഒരു ഫുൾ വ്ളോഗിനൊന്നും ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാനൊരു വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേ നമ്മൾ ഐസ്മാനൊന്നും എണീക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അവനിത് തൊട്ടിലെ ടാറ്റി കൊടുത്ത് ഒന്നും കൂടെ ഉറക്കിയിട്ടാണ്. അവൻ ഓർക്കുന്ന ടൈമിലാണ് പിന്നെ ഒരു കാര്യം ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. വേറൊന്നുമല്ല, ഇന്നലെ രാത്രി എൻ്റെ കിട്ടിയോ എനിക്കൊരു ചോക്ലേറ്റ് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല, എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ രാത്രി 12 മണിക്കാണ് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ തന്നെ നല്ല ഉറക്കമായിരുന്നു. അത് മേടിച്ച് വെച്ച് ഞാൻ പിന്നെ അവിടെ തന്നെ കിടന്നുറങ്ങിയിട്ടാ. ഒരു താങ്ക്സ് പോലും കെട്ടിയോട് പറയാൻ പറ്റിയില്ല. സാരില്ല അങ്ങനത്തെ. അപ്പോൾ അത് പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെതാ അത് രാവിലെ ഓർമ്മ വന്നപ്പോൾ എടുത്താട്ടോ. അപ്പോൾ പിന്നെ ഐസിൻമോൻ എണീറ്റ് ഒന്നും കൂടെ ഞാൻ ഇത് ആട്ടി കൊടുത്ത് അങ്ങ് ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നേരെ അകത്തോട്ട് വന്നിട്ടുണ്ട്. അകത്തോട്ടുള്ള പുറത്തോട്ട് വന്നു. അങ്ങനെ നമ്മൾ തിരുമ്പാളതൊക്കെ അതേ മെഷീനിലിടാണ് കേട്ടോ. അപ്പോൾ പുതിയ ഡ്രസ്സുകളൊക്കെ നമ്മൾ പുറത്തുനിന്ന് തന്നെ അലക്കാറുള്ളൂ. അത് ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ നമ്മൾ മെഷീനിലിടാറാണ് പതിവ്. അങ്ങനെ കഴിഞ്ഞാൽ കിച്ചണിലോട്ട് കയറി. അപ്പോൾ അതേ ഉമ്മ നമുക്ക് ദോശയ്ക്കുള്ള മാവൊക്കെ തന്നെ റെഡിയാക്കി തരുന്നുണ്ട്. പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എപ്പോഴുള്ള ഒരു ഡൗട്ടാണ് എന്താണ് രാവിലെ ഉണ്ടാക്കേണ്ടതെന്നുള്ള. അങ്ങനെ ഇതാ പിന്നെ ലാസ്റ്റ് എത്തിപ്പോടെ ദോശ തന്നെ കേട്ടോ. അങ്ങനെ അതേ നമ്മൾ ദോശയ്ക്കുള്ള മാവൊക്കെ കൂട്ടി തരുന്നുണ്ട്. ആ നേരം കൊണ്ട് ഞാൻ കരുതി ഒരു കോഫിയൊക്കെ ഉണ്ടാക്കാമെന്ന്. വ്ളോഗ് എടുക്കുന്ന ദിവസം കോഫി അടിക്കുന്ന ഒരു രസമല്ലേ വീഡിയോയിലല്ലേ. ഡെയിലി കുടിക്കാറൊന്നുമില്ല കേട്ടോ. കോഫിനെ ഡെയിലി കുടിക്കുന്ന ശീലവും ഇല്ല. ചില ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാക്കി കഴിക്കാറുള്ളൂ. കോഫി അത്ര നല്ലതല്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ വല്ലപ്പോഴും മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ ഈ കോഫിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ കോഫിയൊക്കെ നമ്മൾ സ്നാക്കായിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ വെട്ടി കേക്കാട്ടോ. ഇതിന് വെട്ടി കേക്ക് തന്നെയല്ലേ എല്ലാവരും പറയാറുള്ളത്. ചെറിയ ചെറിയ കേക്ക് വെട്ടി കഷ്ണം പോലെയുള്ള. അപ്പോൾ അതേ അങ്ങനത്തെ കേക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കോഫിയൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേ ഒരു ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും നമ്മൾ വെട്ടുകയും കൂടെയാണ് ഇന്നത്തെ രാവിലത്തെ സ്നാക്സ് ആയിട്ട്. കോഫി വിത്ത് സ്നാക്സ്. അങ്ങനെതാ പിന്നെ നമ്മൾ മാവൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പുറത്ത് അടുപ്പത്തോട്ട് പോയിട്ടുണ്ട്. അങ്ങനത്തെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ദോശ ചൂടുന്നത്. വിറകടുപ്പിലിട്ടാണ് ദോശ ചൂടാറുള്ളത്. അങ്ങനത്തെ പിന്നെ നമ്മൾ അടുപ്പത്ത് ദോശക്കല്ലൊക്കെ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അങ്ങനത്തെ അപ്പോൾ നേരം കൊണ്ട് കോഫിയൊക്കെ ഒന്ന് കുടിക്കാമെന്ന് കരുതി ചൂടാവും. അത്യാവശ്യം ടൈം കൊടുക്കുമല്ലോ, അടുപ്പ് കത്തിച്ച് ചൂടായിട്ട് വേണ്ടേ. അങ്ങനെ പിന്നെ ഇതേ നല്ല കത്തിച്ച് കൊടുത്ത് നമ്മൾ ദോശ ഇടാൻ വേണ്ടി ദോശ ഇടാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ദോശ എന്ന് സംഭവിച്ചാൽ നമ്മൾ കുറേ നേരമായി നമ്മളിത് കലക്കി വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായപ്പോൾ ഇതിന് ഏകദേശം നല്ലോണം ഊറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം വീണ്ടും മിക്സ് ചെയ്തിട്ടും, അതായത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് വേണം ഇതൊഴിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ടിയായിട്ട് നിൽക്കും ദോശ. അപ്പോൾ നമ്മളിത് നല്ലോണം ഇങ്ങോട്ട് ഇളക്കി അടിയിൽ നിന്ന് മുതലേ നല്ലോണം ഇളക്കി കൊടുക്കുക. അങ്ങനെ നല്ല ലൂസാക്കി എടുക്കുക കേട്ടോ. നല്ല ഇഷ്ടമായിട്ട് ഒഴിക്കുക. ഇതിന് നമ്മൾ ദോശ എന്നാ പറയുക, പക്ഷേ പല സ്ഥലത്തും നീർദോശ എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിതിന് കറക്റ്റായിട്ടില്ല. നമ്മളെന്തായാലും ദോശ എന്നാ പറയുക. നമ്മളെ നാട്ടിൽ മിക്ക വീടുകളിലും ഈ ഒരു ദോശ ഉണ്ടായിരിക്കും. പിന്നെ അങ്ങനെ അതേ നമ്മൾ ദോശ ചുറ്റിട്ടുണ്ട്. പിന്നെ എന്താണ്, അപ്പോൾ നമുക്ക് ഇതിനൊന്ന് അടച്ചിട്ട് വെക്കാം. അപ്പോൾ ഇത് നമ്മൾ ദോശ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ചില പൊടികൾ ഇതേപോലെ പൊടിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ചുട്ട് കഴിഞ്ഞാൽ പരസ്പരം ദോശകൾ ഒട്ടി നിൽക്കും. അതായത് നമുക്ക് ഒരെണ്ണമായിട്ട് എടുക്കാത്തില്ല, 2-3 ഒരുമിച്ച് വരുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ പൊടിക്ക് ചില സമയത്ത് പൊടിക്ക് വരുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ദോശ അങ്ങോട്ട് മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മൊരിപ്പിച്ചെടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ഒട്ടി പിടിക്കില്ല. അപ്പോൾ അങ്ങനെ ആയിട്ടാണ് ദോശ എടുക്കില്ല കേട്ടോ. പിന്നെ ഈ ഒട്ടിപ്പിടിച്ച ദോശ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. ഇങ്ങനെ എന്താ പറയുക, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, അങ്ങനെ പൊടി കഴിക്കുന്ന പോലെ ഒരു തോന്നണം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള രീതിയിൽ നമ്മളിങ്ങനെ ദോശ ചുട്ടെടുക്കും കേട്ടോ. അങ്ങനെതാ അപ്പോൾ അടുത്ത ദോശ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ദോശ ചുട്ടെടുക്കുന്ന വീഡിയോ മാത്രം കണ്ടാൽ പോരല്ലോ, ബാക്കിയുള്ളതും കൂടെ കാണണ്ടേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ദോശയും കൂടെ അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ബാക്കി ദോശയ്ക്കുള്ള കറികൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം അല്ലേ. അപ്പോൾ ഇതേപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നേരെ എന്ത് ചെയ്യുക, നല്ല ഇളക്കണമല്ലോ. അതാണെങ്കിൽ അടി നൂർന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റിക്ക് എത്തുമ്പോൾ നല്ല കട്ടിയായിരിക്കും മാവ്. നല്ല ഇളക്കിയിട്ട് ഇതേപോലെ വീണ്ടും ഒഴിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അടച്ച് വെക്കുക കേട്ടോ ദോശക്ക്. അപ്പോൾ ദോശയ്ക്കുള്ള കറി എന്താ വെച്ചാൽ നമ്മളിന്ന് ചട്ടിയായിട്ട് ഉണ്ടാക്കുന്നത്. തേങ്ങ അരച്ചുള്ള തേങ്ങാ ചട്ടിയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ വറവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ എന്താണ്, പിന്നെ നമ്മളിത് ചക്കക്കുരൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ചക്കക്കുരിന് നല്ല അടിപൊളി മാങ്ങ തൊട്ടുള്ള ഒരു കുഞ്ഞൊരു കറി ഉണ്ടാക്കുക, നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അരച്ചതല്ല, മാങ്ങ കറി, നല്ല അടിപൊളി മാങ്ങക്കറി ഉണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. വെജിറ്റേറിയൻ കഴിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയാണ്. പിന്നെ നോൺ വെജ് എപ്പോഴും ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് പറ്റില്ല കേട്ടോ, വേറെ കറി. പക്ഷെ നല്ല ടേസ്റ്റുള്ള മാങ്ങക്കറിയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ തൂമിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറിനുള്ള വെള്ളമല്ല, ചോറ് അരി തീമിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇനി വേവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്തെടുക്കാം.
ഇതിന് മുന്നുള്ള കുറേ വീഡിയോസ് നമ്മൾ ചായ കുടിക്കുന്ന വീഡിയോ ആണ്, കുറേ വീഡിയോസ് നമ്മൾ എടുത്തിട്ടില്ല. വേറെ ഒന്നുമില്ല, എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ, തീരെ വയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ നമ്മളെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെയുള്ള വീഡിയോസ് എടുത്ത പോലെ ചാമ്പൊക്കെ ഉണ്ട്. നമ്മളെ ചക്കക്കൂരൊക്കെ എന്താ പറയുക, ചക്കക്കൂരൊക്കെ നമ്മൾ വെളുത്തിട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്നു. ഒരു 3 മണിയൊക്കെ ഞങ്ങൾക്ക് അംഗനവാടി പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിഷയും കുട്ടീനായിട്ട് പോവുകയാണ്. നിഷൻ്റെയും കുട്ടീൻ്റെ ഒക്കെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയതാട്ടോ. അങ്ങനെ ഞങ്ങൾ അംഗനവാടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ കുട്ടികൾക്ക് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് ചിത്രങ്ങളൊക്കെ അംഗനവാടിയിൽ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മൾ അംഗനവാടിയത്തെ ചെടികളാണ് കേട്ടോ. ചെടി മാത്രമല്ല, ടീച്ചർമാർക്ക് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ അവിടെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. മുളക് അതുപോലെ വേറെ എന്തൊക്കെയോ പച്ചക്കറികളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ കായ്ച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ കുറേ വള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കയ്പ, അതുപോലെ വെള്ളരിയ, കുമ്പളം, അങ്ങനെ എന്തൊക്കെ മത്തൻ്റെത് അങ്ങനെ എന്തൊക്കെ ഉണ്ട് അവിടെ. പിന്നെ പച്ചമുളക്, പല ഐറ്റം പച്ചമുളകുകളും അവിടെ ഉണ്ട്. അതിലൊക്കെ കായ്ച്ചിട്ടുണ്ടായിരുന്നു, പച്ചമുളകിലൊക്കെ കായ്ച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ചെടികളും കുറേ പൂവൊക്കെ വരുന്ന ചെടിയും കാര്യങ്ങളും, പിന്നെ കുട്ടികൾ കളിക്കാനുള്ള കുറച്ച് പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. കുട്ടികളൊക്കെ ഇത് ഉറങ്ങി നീറ്റ് പോവാൻ റെഡിയായിട്ട് നിൽക്കുക കേട്ടോ. ആ ടൈമിലാണ് നമ്മൾ പോയത്. അങ്ങനെ നിഷയുടെ ഫോട്ടോ എടുത്തിട്ടാണെങ്കിൽ തീരെ ശരിയാവുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഈ ഒരു ഇതുമ്പോൾ ഇരുന്ന് കളിച്ചിട്ട് ടീച്ചർ പറഞ്ഞാൽ ആർക്കും കളിക്കാതൊന്നും വിഷയമില്ല എന്ന് പറഞ്ഞപ്പോൾ ഏതായാലും ബർത്ത്ഡേ ആയിട്ട് നമ്മളെടുക്കും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ പിന്നെ ഇതുമ്പോൾ കുറച്ച് നേരം എൻജോയ് വെച്ചിട്ട് ഞാൻ ഈശയും കൂടെ ചെയ്തിട്ട് കുറേ നേരം ഇരുന്ന് കറങ്ങി കേട്ടോ. ഇതിൻ്റെ പേര്, ഈ കറങ്ങണേൻ്റെ സംഭവത്തിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. അങ്ങനെ കുറച്ച് നേരം കറങ്ങിയ ശേഷം പിന്നെ ഇതാ ഈ ഒരു സീസോ അങ്ങനെയല്ല ഇതിന് പറയാം, അറിയില്ല. ഇതുമ്പോൾ ഞങ്ങൾ രണ്ടാളും താഴത്ത് മേലൊക്കെ കയറി ഒന്ന് കളിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ലൈസൻമാന് ഭയങ്കര കേട്ടോ അത്. അങ്ങനെ പിന്നെ നമ്മൾ അതുമെന്നൊക്കെ കുറച്ച് നീച്ചിന് വീഴാൻ പോയിട്ട് പെട്ടെന്ന് വീഴാൻ പോയേ. നമുക്കത് പിന്നെ വലിയ ശീലമൊന്നുമില്ലല്ലോ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ കളിച്ചിട്ട് നമ്മൾ പിന്നെ ഇത് ലൈസൻമാൻ ചിരിക്കാൻ വേണ്ടിയില്ല, അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ പിന്നെ കളിക്കണത്. അങ്ങനെ ദൈവം നമ്മളതിൽ പിന്നെ ഇറങ്ങിയിട്ടോ. അങ്ങനത്തെ നമ്മൾ ടീച്ചറോടൊക്കെ യാത്ര പറഞ്ഞ് അപ്പോൾ ഇതിന് എല്ലാ കുട്ടികളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളത് ഫോട്ടോ എടുക്കലും ഉപ്പിടലൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിന് നേരം വൈകി. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. നമ്മൾ നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളടക്കം റോഡ് പണി നടക്കുന്നതുകൊണ്ട് നമ്മൾ നടന്നിട്ടാണ് ഗൈസ് പോയത്. അതുപോലെ തന്നെ നടന്നിട്ട് വരണം. പോയിട്ട് വെയിലാട്ടോ, എമ്പോട്ടോ വെയിലാണ്. പറയാൻ പറ്റില്ല കേട്ടോ. 3 മണിയായാലും 4 മണിയായാലും ഭയങ്കര ചൂടാട്ടോ. അങ്ങനത്തെ നമ്മൾ പേരൻ്റെ അടുത്തായിട്ട് റോഡ് പണി നടക്കുന്നത്, അതുകൊണ്ട് ഒരു വണ്ടി ഇവിടുന്ന് വിടില്ല. 1.5 കിലോമീറ്ററോളം നമ്മൾ നടന്നിട്ടാണ് നമ്മൾ അംഗനവാടി പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഈ റോഡ് പണി നടക്കുന്നതിൻ്റെ അടുത്താണ് കേട്ടോ നമ്മളെ വീടുള്ളത്. അങ്ങനെ നമ്മളിത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ചാടി പിടിച്ചതേ നമ്മുടെ വീട്ടിലോട്ട് ഇങ്ങോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചക്കൊന്നും ഭക്ഷണം കഴിക്കാനായിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നീ ഒറ്റയ്ക്ക് പോകേണ്ടതെന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടെ കൂടെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ 4-10 ആയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അതായത് നമ്മളെ അടിപൊളിയായിട്ടുള്ള നല്ല മാങ്ങക്കറി ഉണ്ടായിരുന്നു. അതുപോലെ മാങ്ങ അച്ചാറിട്ടത്, ചക്കക്കുരു മാങ്ങയും കൂടെ മുളകിട്ടാട്ടോ. അത് ഭയങ്കര ടേസ്റ്റാട്ടോ, നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ. നമുക്ക് അതുണ്ടെങ്കിൽ വേറെ കൂട്ടാനൊന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, നമ്മൾ മാങ്ങക്കറിയും അതുപോലെ നമ്മളെ മറ്റെല്ലാ കറിയിൽ നിന്ന് കുറച്ചൊക്കെ എടുത്തുകാനായിട്ട് കഴിച്ചു കേട്ടോ. ഞാൻ കഴിക്കുമ്പോൾ ഐസിൻമോനും എമ്മിമോളും ഇതിൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും അവർക്ക് ആകെ ചക്കക്കുരു തിന്നാൻ വേണ്ടിയിട്ടാട്ടോ അവിടെ വന്നിരുന്നിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റാണ്. മാങ്ങക്കറി എനിക്ക് അത്രയും ഇഷ്ടമായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അത് ആസ്വദിച്ച് കഴിക്കുമ്പോൾ പ്രത്യേക വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഗൈസ്. അങ്ങനത്തെ നമ്മളിത് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ എമിക്കും ഐസിനും ചക്കക്കുരു വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് 2 പേർക്ക് അതിൻ്റെ കൂടെ കൊടുത്തു കേട്ടോ. അത് കഴിച്ച് പോരാഞ്ഞിട്ട് അവർക്ക് വീഡിയോയിലും വരണമെന്ന് വെച്ച് ഞങ്ങൾ വീഡിയോയിൽ ഇടുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തല കുഞ്ഞ് നിന്ന് അവർ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അതിന് വീഡിയോ കുറച്ച് നേരം ഞാൻ നിഷയൊക്കെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, മറന്നു പോയതാണ് ഗൈസ്. അങ്ങനെ പിന്നെ ഒരു മഗ്‌രിബ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ പായസം ഉണ്ടാക്കാനൊരു പൊതി സേമിയ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നിലങ്കടല ഉണ്ടായിരുന്നു. പിന്നെ അതായിട്ടൊരു പായസം വെക്കാൻ വിചാരിച്ചു. നമ്മൾ അടിപൊളി സേമിയ പായസം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാലും സേമിയും പിന്നെ സാധാരണ അണ്ടിപ്പരിപ്പ് മുന്തിരിയുടെ, പക്ഷേ ഇവിടെ ഞങ്ങൾ ഇട്ടിട്ടുള്ളത് ഈ കപ്പലണ്ടി കേട്ടോ. ഭയങ്കര ടേസ്റ്റ് കപ്പലണ്ടി ഇട്ട് പായസം കഴിക്കാൻ. പിന്നെ ഞങ്ങളിവിടെ തരി നോമ്പിനൊക്കെ തരി ഉണ്ടാക്കുന്ന ടൈമിലാണെങ്കിലും ഈ ഒരു സംഭവം ഇടാറുള്ളത്. ഇതിട്ട് കഴിക്കുമ്പോൾ നല്ല രസമൊക്കെ. ഈ അണ്ടിപ്പരിപ്പ് കഴിഞ്ഞേക്കാളും കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഈ കപ്പലണ്ടി ഇട്ട് നെയ്യിലൊക്കെ ഇട്ട് വറുത്തിട്ട് തൂമിച്ച് കഴിക്കുന്നതാണ് നമുക്കിഷ്ടം. അങ്ങനെ പിന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, കെട്ടിയോ വന്നപ്പോൾ നേരെ നമ്മളെന്ത് ചെയ്തു, കെട്ടിയതിനെ ഫസ്റ്റ് ആയിട്ട് കൊണ്ടുകൊടുത്തു കേട്ടോ. പിന്നെ നമുക്ക് ഡയറി മിൽക്കൊക്കെ ഗിഫ്റ്റ് തന്നല്ലേ, നമ്മൾ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ നമ്മൾ പായസം ഒന്ന് ചൂടാറിയതിന് ശേഷം ഇക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇക്കാക്കാൻ എന്ത് ചെയ്തു, ആദ്യം ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ട് കൊണ്ടുകൊടുത്തു. ഇത് ഉണ്ടാക്കിയത് മക്കൾ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ അവിടെ പുകിയിലാണ് പിന്നെ പായസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ചൂടാറുന്നത് വരെ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ.
പായസം. അങ്ങനെ നമ്മൾ പായസമൊക്കെ ഞാൻ എന്ത് ചെയ്തു കാക വന്നാൽ പിന്നെ നേരെ ചൂടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അത് ഒരു ഗ്ലാസ്സിലാക്കിയാണ്ട് നേരെ കാക കൊണ്ടു കൊടുത്തു. ഞാൻ പിന്നെയുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ട് രാത്രിക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ബാക്കി എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സേമിയ കൊണ്ടു കൊടുത്തു. അതുപോലെ സേമിയനാണെങ്കിൽ ഞാനും മക്കളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് സേമിയ കുടിച്ചപ്പോൾ ഏകദേശം വയറൊക്കെ നിറഞ്ഞു. അങ്ങനത്തെ പിന്നെ കാക്ക എന്ന ഗിഫ്റ്റ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്തു കേട്ടോ. അപ്പോൾ വലുതൊന്നും ലൈലുള്ള എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി പറഞ്ഞാൽ ചെറിയ പീസാട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്ത് കിട്ടും, ചെറിയ മിഠായിക്കോട്ടെ എന്തായിക്കോട്ടെ, നമുക്ക് എന്ത് കിട്ടുകയാണെങ്കിലും അത് നമ്മൾ കൂടുതലുള്ളവർക്ക് ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ അതിന് വേറെ തന്നെ പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതും എല്ലാവർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ.